മുത്തേ, നിങ്ങൾക്ക് പ്രവാസിയായിട്ടുള്ള ചങ്കുണ്ടോ? എന്നാ ആ ചങ്കിന് റീൽ അയച്ചു കൊടുക്കുക. എടാ, ഇത് ഞാന് എനിക്ക് വേണ്ടി മാത്രം പറയണതല്ല. അതായത് എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും എല്ലാ പ്രവാസികൾക്കും വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. എടാ, ഈ GCCയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, GCCയിൽ ഇങ്ങനെ പ്രശ്നം നടക്കുന്നത്. അപ്പോൾ ഈ പ്രശ്നത്തിൻ്റെ ഒപ്പം നമ്മളെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഒരു 4 വർഷത്തോളമായിട്ട് ഇവിടെ UAE-ലുള്ളതാണ്. അപ്പോൾ പെട്ടെന്ന് വിളിച്ചിട്ട് പറഞ്ഞടാ, ഇങ്ങനെ ടെർമിനേഷൻ ചെയ്യാണ്, നാട്ടിൽ പോകണം, ടിക്കറ്റ് എടുക്കാൻ പൈസ ഇല്ല, എന്താ ചെയ്യുക നാട്ടിൽ പോയിട്ട്, അപ്പോൾ ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയ കാര്യം തരുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ. നമ്മൾ 4 വർഷം അവിടെ പണിയെടുത്തിട്ട് ശമ്പളം എത്ര ആയിക്കോട്ടെ, ഒരു 500 അല്ലെങ്കിൽ ഒരു 300 ദിറംസ് മന്ത്ലി, ഒരു 500 അല്ലെങ്കിൽ 1000 ദിറംസ് മന്ത്ലി മാറ്റി വെക്കാൻ പറ്റണില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇവിടെ വന്നിട്ട് കഷ്ടപ്പെട്ട് നമ്മൾ ജീവിക്കണത്? അവിടെ വീട്ടുകാരില്ല, ഒപ്പമുള്ള പഠിച്ച കൂട്ടുകാരില്ല, അല്ലെങ്കിൽ നാട്ടിലത്തെ കൂട്ടുകാരില്ല, ബന്ധുക്കളില്ല, ഭാര്യയില്ല, കുട്ടികളില്ല. നമ്മൾ എന്തിനാ പിന്നെ അവിടെ വന്നത്? നമുക്ക് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ട്. അതൊരു 20 വയസ്സ് 22 വയസ്സ് കഴിഞ്ഞ പിന്നെ എല്ലാവർക്കും അങ്ങനെ തന്നെയുള്ളൂ. ആയുസ് തീരുകയെന്നല്ലാണ്ട് പ്രശ്നങ്ങൾ തീരൂലല്ലോ. ഒരു 500 ദിറംസ് അല്ലെങ്കിൽ 1000 റിയാല് എങ്കിലും മാസം മാറ്റി വെക്കുക, അവനാന് ഭാവിയിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇതേമാതിരി ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഹെൽപ്ഫുൾ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇത് എന്നല്ല, എന്ത് കാര്യത്തിനായിക്കോട്ടെ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിയണ പോലെ സേവ് ചെയ്തിട്ട് അച്ഛന്മാരെ ലൈഫ് നൈസായിട്ട് കൊണ്ടുപോയിക്കോളി.